അങ്ങ് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. എന്റെ കഴുത്തില് താലി കിട്ടിയ ആളല്ലേ മോളെ. പലർക്കും താലി കഴുത്തിൽ വീഴുന്നത് പല വട്ടം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആദ്യത്തേത്. ഇത് തന്നെയാണ് അവസാനത്തേതും. വെള്ളമില്ലല്ലോ. നോക്കാം. നിർത്ത്. എവിടെ നോക്കിയാടാ പോണേ? നിർത്ത് നിർത്ത്. നവീൻ! മോളെ, എന്താ മോളെ? നവീൻ എന്തോ അപകടം സംഭവിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ പേടിച്ചു പോയല്ലോ. നവീനെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കാമേ, അതും മദ്യപിച്ചിട്ട് വെളിവില്ലാതെ. അങ്ങനെ നടന്ന് നടന്ന് ഒരു വണ്ടിയുടെ മുന്നില് നവീൻ കുടിച്ച് വെളിവില്ലാതെ റോഡിലൂടെ നടക്കേ. അപ്പൊ തന്നെ അത് തോന്നലാണെന്ന് അറിഞ്ഞൂടെ? നവീന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ആർക്കാ സങ്കല്പിക്കാൻ പറ്റുക? വെറുതെ എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ. എനിക്കെന്ത് പേടിയാവുന്നമ്മേ. ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചാല്. ആ ഒരു വിളിക്ക് നാളെ എത്ര മറുപടി പറയേണ്ടി വരുമെന്നറിയോ? പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. അവന് വേണ്ടി മോള് മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഈശ്വര. ഹലോ അമ്മേ. മാണിക്കുഞ്ഞെ, നവീൻ ഈ നേരമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയതാ അവൻ? സാർ എവിടെയാന്ന് എനിക്ക് അറിയില്ല അമ്മേ. അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനേ കുറെ മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. ഓഫീസിലെ 1-2 അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് സ്വസ്ഥതയില്ല മാണിക്കുഞ്ഞെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തായിരുന്നു. അമ്മേ, സാർ എവിടെയാണ്? അവിടേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞതാ. ഒരു മറുപടി വേണ്ടേ? ഞാൻ സിറ്റിയിൽ മൊത്തം സാധനം അന്വേഷിച്ച് നടക്കുവാ. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനിരിക്കുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ടെൻഷൻ ആവുമെന്ന് കരുതിയിട്ടാ. അവന്റെ മനസ്സ് വളരെ അസ്വസ്ഥ. എന്താ അവൻ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അമ്മ പേടിക്കണ്ടെന്നേ. ഞാൻ സാറിനെ തിരക്കിക്കോളാം. കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ സാറിനെ കൂട്ടി അങ്ങോട്ട് വരികയും ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മാണിക്കുഞ്ഞിനെ അങ്ങോട്ട് വിളിക്കാം. എവിടെയെങ്കിലും ഒന്ന് നോക്ക് മാണിക്കുഞ്ഞെ. ശരി അമ്മേ, ഞാൻ നോക്കിക്കോളാം.
ഇതിപ്പോ ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഈ സാറിന്റെ ഒരു കാര്യം. സുമിത്രേ, നീ ഒന്ന് സമാധാനിക്കേ, അവൻ വരും. എത്ര ആലോചിച്ചിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നില്ലമ്മേ. എന്റെ മോന്റെ അവസ്ഥ എങ്ങനെയാ? അവന്റെ ജീവിതം വെച്ചല്ലേ ഈ കളിക്കുന്നതൊക്കെ. ആർക്കും ഒരു കരുണയില്ല. അവനെക്കുറിച്ച് ചിന്തിക്കാത്ത ആരാ ഇവിടെയുള്ളത്? എന്ത് ചെയ്യുന്നെങ്കിലും അവന്റെ നല്ലത് കരുതിയിട്ടല്ലേ. മനസ്സിലെ പ്രാർത്ഥനയോടെയല്ലാതെ അവന്റെ കാര്യം ഞാനോ നന്ദനോ ഓർക്കറേയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടമ്മേ. പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ മകന്റെ മനസ്സ് ശാന്തമാവുന്നില്ലല്ലോ. കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടന്നതാ. നിർബന്ധിച്ച് പിന്നാലെ നടന്ന് സമ്മതിപ്പിച്ചു. അന്ന് തുടങ്ങിയതാ ഈ പ്രശ്നങ്ങളൊക്കെ. മര്യാദക്കൊന്ന് ചിരിച്ച് സംസാരിച്ച് അവനെ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ? ദൈവത്തിന് നിരക്കാത്തതൊന്നും അവൻ ചെയ്തിട്ടില്ല സുമിത്രേ. അവന് ആപത്തൊന്നും സംഭവിക്കില്ല. ദൈവം കാത്തോളും. നീ സമാധാനിക്കേ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോളെ? കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ. ആ സ്വപ്നം വല്ലാതെങ്ങ് വേട്ടയാടുന്നത് പോലെ. ഇപ്പൊ ഈ കുരുത്തം കെട്ട സ്വപ്നം കണ്ടതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ തന്നെ. ആളുകൾ ബഹളം വെച്ചതും വീട് തല്ലിപ്പൊളിക്കാൻ നോക്കിയതും ഒക്കെ മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന്റെ അസ്വസ്ഥത കൊണ്ടാ കാണാൻ പാടില്ലാത്തതൊക്കെ കാണുന്നേ. മോളെ, നിന്നോട് ചോദിക്കുമ്പോ ഏത് നേരവും മനസ്സിൽ നിന്ന് നവീനെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയും. എന്നാ തനിച്ചിരിക്കുമ്പോ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ അമ്മേ? അങ്ങനെ അങ്ങ് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. എന്റെ കഴുത്തില് താലി കിട്ടിയ ആളല്ലേ മോളെ. പലർക്കും താലി കഴുത്തിൽ വീഴുന്നത് പല വട്ടം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആദ്യത്തേത്. ഇത് തന്നെയാണ് അവസാനത്തേതും. എന്തൊക്കെ നീ പറയുന്നേ? നവീനും ഗാഥയും നന്നായി ജീവിക്കണമെന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണോ ഇതും? അപ്പോ നിനക്കൊരു ജീവിതം വേണ്ടേ? എന്റെ ജീവിതമാണിത്. അമ്മയോടൊപ്പം അമ്മയെ സ്നേഹിച്ചിങ്ങനെ വേറെ ഒന്നും വേണ്ട. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അമ്മ കിടന്നു. എനിക്ക് ഇന്നിനി എത്ര ശ്രമിച്ചാലും ഉറക്കൊന്നും കിട്ടില്ല.